ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് ജെ എൻ എം നഴ്സുമാരെ എടുക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ജെ എൻ എം നഴ്സുമാർക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പോസ്റ്റ് BSc കോഴ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്ന GCAN കോഴ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാം. GCAN കോഴ്സ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 12 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് നമുക്ക് കോഴ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്യൂറേഷൻ വരുന്നത് 6 months ആണ്. നമ്മൾ ഫുൾ ടൈം പഠിക്കുകയാണെങ്കിൽ, ഇനി നമ്മൾ പാർട്ട് ടൈം ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിന് 12 months വരെ ഡ്യൂറേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് അല്ല, ആഴ്ചയിൽ 2-3 ദിവസത്തെ ക്ലാസ് കഷ്ടി ഉണ്ടാവത്തുള്ളൂ. ഇനി രണ്ട് തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം കൺട്രിയിൽ ഇരുന്നുകൊണ്ട് ഇത് പഠിക്കാം, കാരണം ഇത് ഓൺലൈൻ മോഡ് ഓഫ് ഡെലിവറി ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ കോഴ്സ് ഫീസ് വരുന്നത് ഏകദേശം $8,000 ആണ്. ഇനി GCAN കോഴ്സ് ചെയ്യുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. നിങ്ങളൊരു പോസ്റ്റ് BSc ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷന് 7 ആയിട്ടാണ് ഓസ്ട്രേലിയയിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു BSc ഡിഗ്രി ചെയ്ത ആളുടെ സെയിം ക്വാളിഫിക്കേഷൻ ആണ് 7. അപ്പോൾ നിങ്ങൾ GNM ആകുമ്പോൾ നിങ്ങളുടെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ 5 എത്തുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊരു GCAN കോഴ്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ 8 എത്തും. അതായത് പോസ്റ്റ് BSc ചെയ്യുന്നതിനേക്കാളും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ആവും. വൺസ് നിങ്ങൾ GCAN കോഴ്സ് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GCCയിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ പ്രോസസ്സിങ്ങിലൂടെ നിങ്ങൾ ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് എലിജിബിൾ ആവുന്നു. ഇതിന്റെ അസസ്മെന്റ് വരുന്നത് മെയിൻലി MCQ ക്വസ്റ്റ്യൻസും അസൈൻമെന്റുകളും ഒക്കെ ആയിട്ടാണ്. അപ്പം ഈ IHM യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സിന് 3 യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റും നമ്മൾ 3 അസൈൻമെന്റ് വീതം, അങ്ങനെ ടോട്ടൽ 9 അസൈൻമെന്റ്സ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.